ഞങ്ങൾ 100% ഓർത്തായിരുന്നു. പക്ഷെ കുറെ കള്ളന്മാര് ഞങ്ങളെ പറ്റിച്ചു, അത്രേ ഉള്ളൂ. ചാള് തുറക്കും, ഞങ്ങളുടെ കുടുംബങ്ങളിൽ പട്ടിണി മാറും. ഭയങ്കര സന്തോഷമായി ഞങ്ങളുടെ 2020 ജയിച്ചത്. 25 പാർട്ടികളുണ്ടായിരുന്നതിൽ ഞങ്ങൾ ഒറ്റയ്ക്കെന്നെ പൊരുതി നേടിയത്. കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും SDPയും BDP എല്ലാം 26 പാർട്ടിയാണ് നിന്നത്. 2020 മാത്രമാണ് നിന്നത്. ഇടതും വലതും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒന്നിച്ച് നിന്നിട്ട് പോലും ഞങ്ങളുടെ വാർഡ് ഞങ്ങൾ ജയിക്കാൻ ശ്രമിച്ചു. കിഴക്കമ്പലത്തെ കൊമ്പനാണ്, ഞാനാണ് കൊമ്പൻ എന്ന് പറഞ്ഞു നടന്ന ആളെ ചെറിയൊരു പിടിയാനയ്ക്ക് തോപ്പിക്കാൻ കഴിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ നമസ്കാരം. 2020 ഭരിച്ചുകൊണ്ടിരുന്നത് 4 പഞ്ചായത്തുകളിലായിരുന്നു. ഇതിൽ 2 പഞ്ചായത്തുകൾ എനിക്ക് നഷ്ടമായിട്ടുണ്ട്. കുന്നത്തുനാടും മഴുവന്നൂരുമാണ് നഷ്ടപ്പെട്ടത്. കിഴക്കമ്പലത്തും ഐക്യനാട്ടിലും അവർ മുന്നേറിയിട്ടുണ്ട്. ആ പഞ്ചായത്തുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. തിരുവാണിയൂരിൽ 9 സീറ്റോടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയിട്ടുണ്ട്. LDFിന് അവിടെ 5ഉം UDFിന് 4ഉമാണ് ഉള്ളത്. ഇവർ ഒന്നിച്ചു ചേർന്ന് അവിടെ ഭരണം നടത്തുവാനുള്ള ഒരു സാധ്യതയാണുള്ളത്. അതിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ട് തിരുവാണിയൂരിൽ കഴിഞ്ഞു. എന്നാലും ബാക്കിയുള്ള പഞ്ചായത്തുകളിലൊക്കെ വിജയം ഏതാനും സീറ്റുകൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 2020 പാർട്ടി ചീഫ് കോർഡിനേറ്റർ സാബു ജേക്കബിന്റെ വീടിന് മുമ്പിൽ വലിയ ആഘോഷത്തിലാണ് നാട്ടുകാരെല്ലാവരും തന്നെ. ഇവിടെ വാദ്യമേളങ്ങളോടൊക്കെ കൂടി നൃത്തമൊക്കെ ചെയ്തുകൊണ്ടുമൊക്കെ വലിയ ആളുകൾ ഇവിടെ അവരുടെ സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം സാബു ജേക്കബ് മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമുക്കിവിടെ പ്രവർത്തകരൊക്കെ ചേർന്നിട്ടുണ്ട്. പ്രവർത്തകരോടൊക്കെ നമുക്കത് ചോദിക്കാം. നമുക്ക് ചേച്ചി, കിഴക്കമ്പലത്തെ വിജയത്തെ എങ്ങനെ നോക്കിക്കാണും? അയ്യോ, ഞങ്ങൾ 100% ഓർത്തായിരുന്നു. പക്ഷെ കുറെ കള്ളന്മാര് ഞങ്ങളെ പറ്റിച്ചു, അത്രേ ഉള്ളൂ. 2 കള്ളന്മാര്, 2 കൂട്ടര് കള്ളന്മാര്, അവരാ നമുക്ക് പണിയെന്ത്. കുഴപ്പമൊന്നുമില്ല, എനിക്ക് പേടിയൊന്നുമില്ല. എന്ത് പണിയാ? പണിയൊന്നും കണ്ടില്ല. ഇപ്പൊ അവന്മാരെല്ലാവരും ഒത്തുകൊണ്ട് ഞങ്ങളെ തോപ്പിക്കാൻ നോക്കി. പക്ഷെ മുകളിലൊരാളുണ്ടല്ലോ, ആ ആള് നന്നായിട്ട് പ്രതികരിച്ചു. കണ്ണീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. ഭരണം കിട്ടിയാൽ മതി, ഞങ്ങൾക്ക് അത് മതിയായിരുന്നു. ഭരണം ഞങ്ങൾക്ക് കിട്ടുമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. ഞങ്ങൾക്ക് അത് ദൈവമായിട്ട് അത് ഞങ്ങളുടെ പ്രയത്നവും ഞങ്ങളുടെ സാറ്, പാവ സാറാണ്, ഞങ്ങളുടെ പൊന്നു സാറ്, ഞങ്ങളെ ജീവന് തുല്യം സ്നേഹിക്കണം ഞങ്ങളുടെ സാറ് ഞങ്ങളുടെ കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രാർത്ഥനയും ദൈവം നന്നായിട്ട് കേട്ടിട്ടുണ്ട്. കള്ളന്മാർക്ക് തിന്നാൻ കൊടുക്കൂല. എങ്ങനെയാണ് എന്താ വിജയത്തെ എങ്ങനെ നോക്കിക്കാണും? ഞങ്ങൾക്ക് ഭയങ്കരമായ സന്തോഷം. കാരണം ഇനി ചാള് തുറക്കും, ഞങ്ങളുടെ കുടുംബങ്ങളിൽ പട്ടിണി മാറും. ഭയങ്കര സന്തോഷമായി ഞങ്ങളുടെ 2020 ജയിച്ചത്. കുന്നത്തുനാട് നമുക്ക് കൈവിട്ട് പോയി. കൈവിട്ടത് അവരുടെ ആ ഒരു 2020 പ്രതിഷേധമല്ല, അവരുടെ ഒരു എന്താ പറയാ, ഞങ്ങൾ ജയിച്ചിരിക്കുകയാണ്. അവിടെ തോറ്റതല്ല, അത് അവർ കീരിയും പാമ്പും കൂടെ ഒന്നിച്ചാണ്. ഞങ്ങൾ ഒറ്റയ്ക്കെന്ന അവർ പൊരുതിയും 25 പാർട്ടികളുണ്ടായിരുന്നതിൽ ഞങ്ങൾ ഒറ്റയ്ക്കെന്ന പൊരുതി നേടിയത്. അത്രയും സീറ്റ് പിടിച്ചു. അതെ, അവരുടെ ഒരു കൂട്ടുകെട്ടാണ് ഇത്തരത്തിൽ തോൽവിക്ക് കാരണമെന്നാണ് പറയുന്നത്. ചേട്ടാ, കുന്നത്തുനാട് എന്ത് പറ്റിയതാണ്? കുന്നട ഒന്നും പറ്റിയെന്ന് പറയാൻ പറ്റില്ല. അവർ രണ്ടുപേരും ഒരുമിച്ചല്ലേ നിന്നത്. കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും SDPയും BDP എല്ലാം 26 പാർട്ടിയാണ് നിന്നത്. 2020 മാത്രമാണ് നിന്നത്. അപ്പൊ അതിന് ചെറിയ ക്ഷീണം വന്നു. പിന്നെ അവര് കുറെ കാശ് ഇറക്കി. 2020 കാശ് ഇറക്കിയിട്ട് വോട്ട് വേണ്ട, കാശും കള്ളും വേണ്ട. 2020 അതാണ് പറ്റിയത്. കാശ് ഇറക്കല, കള്ളം ഇറക്കല. 2020 സത്യമായ വോട്ട് മാത്രം മതി. വലിയ ആവേശത്തിൽ തന്നെയാണ് ഇവിടുത്തെ കിഴക്കമ്പലത്തെ വിജയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കിഴക്കമ്പലം നല്ല വിജയമാണ്. ഞങ്ങൾ പ്രതീക്ഷ പോലെ തന്നെ ഞങ്ങൾ വിജയിച്ചു. 20 ഭരണം പിടിച്ചെടുക്കുന്ന പ്രതീക്ഷ നടന്നു, അത് തന്നെ സംഭവിച്ചു. അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പൊ 2020 പിടിക്കുന്ന വെച്ചാൽ പിടിച്ചിരുന്നു. പിന്നെ ഇവരിപ്പോ കുറച്ചുപേർ 5-6 പേര് ജയിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഒരു പാർട്ടിയായിട്ടല്ല ജയിച്ചേക്കണേ. എല്ലാവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഒരുപാടുള്ള മുന്നണി, അത് ആർക്ക് വേണമെങ്കിലും കയറാൻ പറ്റുള്ള ഒരു മുന്നണി. കുന്നത്തുനാട് എന്ത് പറ്റി? കുന്നത്തുനാട് പറ്റിയ എന്താ വെച്ചാൽ അത് കുറച്ച് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായതാണ്. നമ്മൾ കുന്നനാടിനെ പറ്റിയല്ല, നമ്മൾ കിഴക്കമ്പലത്തെ പറ്റി പറയേണ്ടത്. കിഴക്കമ്പലത്തെ പറ്റി പറയാന്ന് വെച്ചാൽ അത് ഇദ്ദേഹം 2020 എന്ന പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം ചെയ്ത നല്ല കാര്യത്തിന് ജനങ്ങൾ തന്ന അദ്ദേഹത്തിന് കൊടുത്താണ് ആ പ്രിക്കോഷനാണ് ഇതിൽ കൂടെ കണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞങ്ങൾ ചൂരക്കോട് ഞങ്ങളുടെ 8ാം വാർഡിലെ ജോബി മാത്യു എന്ന് പറഞ്ഞ നമ്മുടെ ഒരു സുഹൃത്ത് വൻ ഭൂരിപക്ഷത്തിലാണ് ഇവിടെ ജയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങൾക്ക് അതിനെപ്പറ്റി അറിയാം. 20 എന്ന പ്രസ്ഥാനവും അതിന് അദ്ദേഹത്തിനോടുള്ള പിന്തുണ എല്ലാം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. പലരും 2020 തകർക്കാൻ ശ്രമിക്കുന്നുണ്ട്. എവിടെ
പലരും ശ്രമിക്കുന്നുണ്ട്, ഒന്നും നടക്കുന്നില്ല. ഇടതും വലതും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒന്നിച്ച് നിന്നിട്ട് പോലും ഞങ്ങളുടെ വാർഡ് ഞങ്ങള് ജയിക്കാൻ ശ്രമിച്ചു. വാർഡ് കുമ്മനയുടെ 7 ഞങ്ങള് തോറ്റുപോകുമെന്ന് വിചാരിച്ചിരുന്ന വാർഡാണ്. ഞങ്ങള് 64 വോട്ടിന് ജയിച്ചു. ഇനിയിപ്പോ ഞങ്ങൾക്കൊന്നും വേണ്ട, നമുക്ക് ജയിച്ചാൽ മതി. ഇനിയിപ്പോ ഭരണവും കിട്ടിയിട്ടുണ്ട്, അത് മതി. ഞങ്ങളെ ഒന്നും കൊടുക്കാതെ, പച്ചക്കറി കിറ്റും കൊടുക്കാതെ ഞങ്ങൾ ഇത്ര ഭൂരിപക്ഷം പഞ്ചായത്ത് പിടിച്ചെടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഇവിടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒന്നിച്ച് നിന്നിട്ടാണ് ഞങ്ങൾ പോരാടിയത്. ഞങ്ങൾ നല്ല ഭൂരിപക്ഷത്തോട് ഞങ്ങൾ ജയിച്ചിട്ടുണ്ട്. ഒരു കാര്യം പറയാനുണ്ട്. ഞങ്ങളുടെ ഈ 2020 പ്രസ്ഥാനത്തിൽ നിന്ന് ഒരു കെങ്കേമൻ എന്ന് പറഞ്ഞ ഒരു ആൾക്ക്, ഗംഗാധരൻ എന്ന് പറഞ്ഞ ഒരാള് അടർന്നു പോയായിരുന്നു. പിരിച്ചുവിട്ട് അദ്ദേഹത്തിന് അഴിമതിയുടെ കാര്യങ്ങളൊക്കെ. ഇപ്പൊ അദ്ദേഹം വെള്ളവും കാശും ഇറക്കിയിട്ട് വൻ ഭൂരിപക്ഷത്തോടെ തോറ്റുപോയി. അദ്ദേഹത്തിന് ഞാൻ ഇന്ന് വിളിച്ചു, രാവിലെ തന്നെ ഞങ്ങൾ ജയിച്ചു എന്ന് പറഞ്ഞപ്പോ എന്നെ പുള്ളിക്കാരൻ എന്റെ ജാതി വിളിച്ച് എന്നും പറഞ്ഞ് എന്നെ ആക്ഷേപിക്കുകയാണ്. അപ്പൊ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇതേ ഈ 2020 എന്ന പ്രസ്ഥാനം ഈ കിഴക്കമ്പലം പഞ്ചായത്തിലാണെങ്കിലും ഈ ഇതിനോടുള്ള ഇൻട്രസ്റ്റ് ഉള്ള എല്ലാവരുടെയും, പ്രത്യേകിച്ച് സ്ത്രീകളുടെ മനസ്സിലാണ് ഇതിന്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ലേഡ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് അത് ഇവിടുന്ന് പറിച്ചു മാറ്റാൻ ഏത് വിഘടനവാദികളെ ശ്രമിച്ചാലും നടക്കില്ല, ഒരിക്കലും നടക്കുകയില്ല, ഞങ്ങൾ ഇവിടുന്ന് നടത്തിക്കുകയില്ല എന്ന് ഞങ്ങൾ ഉറപ്പുവരുന്നു. ഞാൻ 14 വാർഡിലുള്ളതാ, വാർഡ് 14 ഞങ്ങളെ ഒരു അച്ഛൻ പോലും ഞങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിച്ച് ഞങ്ങളെ ആകെ പേടിപ്പിച്ചു കളഞ്ഞു. കിഴക്കമ്പലം പഞ്ചായത്തില് കുന്നത്തുകുടി 11 വാർഡില് ഞങ്ങളുടെ സ്ഥാനാർത്ഥി പ്രസീല എഴുത വൻപിച്ച ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. 370 വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട്. ഞങ്ങള് MP രാജനെയാണ് തോൽപ്പിച്ചത്. ജില്ലാ UDFന്റെ ജില്ലാതലത്തിൽ വരെ മത്സരിച്ച ഉണ്ടായിരുന്ന നേതാവ്, UDFന്റെ നേതാവിനെയാണ് ഞങ്ങളുടെ കൊമ്പനെയാണ് ഞങ്ങള് തോൽപ്പിച്ചത്. ഇത് ഏറ്റവും വലിയ 2020യുടെ ഏറ്റവും വലിയൊരു വിജയമാണിത്. ഭയങ്കര സന്തോഷമാണ്. കാരണം അതായത് കിഴക്കമ്പലത്തെ കൊമ്പനാണ്, ഞാനാണ് കൊമ്പൻ എന്ന് പറഞ്ഞ് നടന്ന ആളെ ചെറിയൊരു പിടിയാനയ്ക്ക് തോപ്പിക്കാൻ കഴിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞായിരുന്നു ഞാൻ ജയിച്ച് ആനപ്പുറത്ത് കയറി വരുമെന്ന് പറഞ്ഞായിരുന്നു. കുഴിയാനയ്ക്ക് നമ്മൾ ആനാന്ന് പറയും അല്ലെ, കുഴിയാനയ്ക്ക് നമ്മൾ ആനാന്ന് പറയും. അദ്ദേഹം കുഴിയാനപ്പുറത്ത് കയറി വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം. ഈ വിജയം ഞങ്ങൾ കിഴക്കൻ പഞ്ചായത്തിലെ ഏറ്റവും വലിയ വിജയമാണ്. കാരണം ജില്ലാ പഞ്ചായത്ത് വരെ മത്സരിച്ച ഒരു വ്യക്തിയാണ് MP രാജൻ. MP രാജൻ ജയിക്കുമ്പോൾ ഇന്നലെ അദ്ദേഹം നാസിക് ഏൽപ്പിച്ചായിരുന്നു. പിന്നെ ഇന്നലെ മുതൽ പിള്ളേർക്ക് ട്രെയിനിങ് കൊടുക്കുമായിരുന്നു. നമ്മളെ തോപ്പിക്കാൻ വേണ്ടി തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ പറഞ്ഞു 300 വോട്ട് ചുരുങ്ങിയത് 300 വോട്ട് പുരുഷൻ ഉണ്ടാവുന്നത് എന്റെ എല്ലാ അനയോട് ഞാൻ പറഞ്ഞു 300 വോട്ട്. അതുപോലെ തന്നെ 370 വോട്ടിന്റെ പുരുഷൻ. എനിക്ക് പറയാനുള്ളത് 2020 പ്രസ്ഥാനം ആരും വെറുപ്പിക്കാനുള്ള പ്രസ്ഥാനമല്ല, അത്താഴപട്ടിണിയുടെ പ്രസ്ഥാനമാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ ജനങ്ങളും അത്താഴിക്കൊണ്ട് ഓടി നടക്കുന്നവരാ, അവർക്ക് ജീവൻ കൊടുക്കുന്നത് 2020. ഈ പറഞ്ഞ രാഷ്ട്രീയക്കാരെ ആരും കൊടുക്കൂല, അവരെ കൊണ്ട് സഹായിക്കൂല. ഞങ്ങൾ 2020 എപ്പോഴും വിജയിച്ചിരിക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. മറ്റേ ബ്ലോക്കിലേക്ക് ഞങ്ങളുടെ കുഞ്ഞുമോളാണ് ജയിച്ചിരിക്കുന്നത്. അതൊക്കെ തോപ്പിച്ചേർന്നത് ഇവിടുത്തെ വമ്പനായ ബാബു സൈതാലിയാണ്. അവരുടെയൊക്കെ ഭാവി എങ്ങനെയാന്നുള്ളത് നമുക്ക് ദൈവത്തിനും നമുക്കും നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റുള്ളൂ. നമസ്തേ. ബാബു എന്ന് പറഞ്ഞ തൈരാൻ ബാബു എന്ന് പറഞ്ഞ പുറത്തേക്ക് ഇറങ്ങൂല. അവന്റെ തീർന്നു, UDFന്റെ പരിപാടി തീർന്നു. 2020 പാർട്ടിയെ പറ്റി എന്താ അഭിപ്രായം? 2020 പ്രസ്ഥാനം നല്ല സൂപ്പറായിട്ട് ജീവിതകാലം വരെ ഇവിടെ ഉണ്ടാവും. വലിയ ആഘോഷത്തിലാണ് എല്ലാവരും പറയുന്നത്. 2020 ആ പ്രസ്ഥാനം ഇവിടെ വേണം, എങ്കിൽ മാത്രമേ അവർക്ക് ഈ ഒരു ഉയർച്ച ഉണ്ടാവുകയുള്ളൂ. അവരുടെ ഈ ജീവിത സാഹചര്യങ്ങൾ തന്നെ മാറ്റിമറിച്ച ഒരു പ്രസ്ഥാനമാണ് 2020 എന്നുള്ളത്. ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ഈ വിജയം വരുമ്പോൾ അവർ പറയുന്നത്. മറ്റു പഞ്ചായത്തുകളുടെ ഒരു തോൽവിക്ക് കാരണം CPM-ഉം UDF-ഉം ഒന്നിച്ചു നിന്ന് 2020 ഏത് വിധേനയും തോൽപ്പിക്കണമെന്നുള്ള ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ, അതായത് UDF-ഉം CPM-ഉം കൂടി ഒന്നു ചേർന്നിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തി അവർക്ക് പിന്തുണ നൽകുകയായിരുന്നു. അതിനെ തുടർന്നിട്ടാണ് ഇവരുടെ ഈ നിലവിലുണ്ടായിരുന്ന പഞ്ചായത്തുകളിലെ ഭരണം നഷ്ടപ്പെട്ടത്. അതൊരിക്കലും ഒരു തോൽവിയായിട്ട് കാണുന്നില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. എന്തായാലും
വലിയ ആഘോഷത്തിലും വലിയ ആവേശത്തിലും തന്നെയാണ് 2020 പ്രവർത്തകർ എല്ലാവരും തന്നെ. കിഴക്കമ്പലത്ത് നിന്നും പ്രണവ് വിജയനൊപ്പം ആർ പിയൂഷ്, മറുനാടൻ മലയാളി.